പ്രൈസ് ലോർഡ്. ദൈവത്തിരുനാമം മഹത്വമെടുക്കുമാറാകട്ടെ. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അവയിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും. ഇന്ന് രാവിലെ കാലവും ഓടി വന്ന് അഭയം പ്രാപിപ്പാൻ ആ നാമത്തിൻ്റെ കീഴിലേ നമുക്ക് പറ്റത്തുള്ളൂ. ആ ചിറകിൻ്റെ കീഴിൽ നമുക്ക് ശരണമുണ്ട്, നമുക്ക് ആശ്രയമുണ്ട്, നമുക്ക് പ്രൊട്ടക്ഷനുണ്ട്, നമുക്ക് വിടുതലുണ്ട്, നമുക്ക് ഉദ്ധാരണമുണ്ട്. പ്രൈസ് ലോർഡ്. ഇന്ന് പകൽക്കാലം ഈ അതിരാവിലെ സമയം നമ്മുടെ ധ്യാന ചിന്തയിൽ ദൈവസന്നിധിയിൽ നാം മെഡിറ്റേറ്റ് ചെയ്യുന്ന വചനങ്ങൾ ജീവനുള്ളതായി ചൈതന്യമുള്ളതായി നമ്മളെ ബലപ്പെടുത്തുമാറാകട്ടെ. പ്രൈസ് ദ ലോർഡ്. ഞാനൊരു കാര്യം പറയട്ടെ. ഇറ്റ് ഈസ് വെരി ഈസി ടു ഗീവ് എക്സാമ്പിൾ, ബട്ട് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ബിക്കം ആൻ എക്സാമ്പിൾ. ശരിയല്ലേ? കഴിഞ്ഞ ദിവസം എനിക്ക് കിട്ടിയ ഒരു കോട്ടാണിത്. വളരെ എന്നെ ചിന്തിപ്പിച്ചു. ഞാനും പലപ്പോഴും പറയുന്നൊരു കാര്യമാണ്. പ്രസംഗിക്കാൻ ഭയങ്കര എളുപ്പമാണ്, എന്നാൽ ജീവിക്കാൻ പാടാം. തല കുനിച്ചു കൊടുക്കേണ്ടടുത്ത് കുനിച്ചു കൊടുക്കേണ്ടി വരും, മിണ്ടാതിരിക്കേണ്ടടുത്ത് മിണ്ടാതിരിക്കേണ്ടി വരും, സഹിക്കേണ്ട സമയത്ത് സഹിക്കേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ യേശു കർത്താവിന് അതറിയാമായിരുന്നെന്നേ. അവനൊരു കുഞ്ഞാടിനെ പോലെ, രോമം കത്തിരിക്കുന്നവരുടെ ഇടയിൽ മിണ്ടാതിരുന്നൊരു കുഞ്ഞാടിനെ പോലെ ഇരുന്നവൻ. അവൻ്റെ മക്കളാണ് നമ്മൾ. പ്രൈസ് ദി ലോർഡ്. പക്ഷെ പലപ്പോഴും നാം മിണ്ടിപ്പോവും, നാം കയറി മിണ്ടും. അത് നമുക്ക് ദോഷത്തിനും കാരണമായി തീരും. എന്നാൽ ഇന്ന് രാവിലെ കാലം ഞാൻ പറയട്ടെ, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്നറിയുവീൻ എന്ന് നമ്മളോട് പറഞ്ഞൊരു കർത്താവ് നമുക്കുണ്ട്. കർത്താവ് നമുക്ക് അതിനെല്ലാമുള്ള കൃപ തരും. ഇന്നത്തെ ധ്യാനത്തിനായിട്ട് യെശയ്യാവ് 57:15 വാക്യം. ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധൻ എന്ന നാമമുള്ളവനുമായവൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു. താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയമുള്ളവരോടുകൂടെയും വസിക്കുന്നു. അനേക കാര്യങ്ങൾ ഈ വചനത്തിൽ നിന്ന് നമുക്ക് പഠിക്കുവാനുണ്ട്, ധ്യാനിക്കുവാനുണ്ട്, മനസ്സിലാക്കുവാനുണ്ട്, അനുസരിപ്പാനുണ്ട്. കർത്താവിനെക്കുറിച്ച് പറയുന്ന അവൻ ഉന്നതൻ, അവൻ ഉയർന്നിരിക്കുന്നവനാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവൻ്റെ മക്കളാകുന്ന നമ്മൾ താന്ന് കിടക്കുവാൻ, നിലം പരിച്ചായി പോവാൻ അവൻ സമ്മതിക്കുമോ? അവൻ നമ്മെ ഉന്നതികളിലേക്ക് കരം പിടിച്ച് നടത്തത്തില്ലേ? ഉയരത്തിലേക്ക്, പ്രൈസ് ദി ലോർഡ്, ഉയർച്ചയിലേക്ക് അവൻ നമ്മെ കൊണ്ടുപോകത്തില്ലേ? അവൻ ശാശ്വതവാസിയാണ്. വാട്ട് എവർ ഹി ഡസ് ദാറ്റ് വിൽ ബി പെർമനൻറ്റ്. മനുഷ്യരെ പോലല്ല, ഇന്നൊന്ന് ചെയ്തേച്ച് നാളെ ചെയ്തതിന് കണക്ക് പറഞ്ഞ് എന്തു വേണം പ്രാർത്ഥിച്ചതിന് പോലും കണക്ക് പറയുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധൻ എന്ന നാമവുമുള്ളവൻ. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ മുമ്പിൽ, ആ നാമത്തിൻ്റെ മുമ്പിൽ നമ്മുടെ വിശുദ്ധി എവിടെ? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഹൃദയം ദൈവത്തിൻ്റെ 5 സ്റ്റാർ ഹോട്ടലാണെന്ന് ഒരു എഴുത്തുകാരൻ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ഉയർന്നവൻ, ഹു ഈസ് ഹൈ ആൻഡ് ലിഫ്റ്റഡ് അപ്പ്, പരിശുദ്ധൻ എന്ന നാമമുള്ളവൻ, ഹു ഇൻഹാബിറ്റ്സ് എറ്റേണിറ്റി, ശാശ്വതവാസി. അവൻ പറയുന്നതാണ് നമ്മുടെ ധ്യാനചിന്തയുടെ വാക്യം. പെർഫെക്റ്റ് ആയിട്ടുള്ള സ്ഥലത്തെ എൻ്റെ ദൈവം വസിക്കും. പക്ഷെ തകർന്നും നുറുങ്ങിയുമുള്ള ഹൃദയത്തിൽ വസിക്കാൻ തനിക്ക് വലിയ ഇഷ്ടമാണ്. ഹല്ലേലൂയ. അവൻ അവിടെ വസിക്കുന്നത് വന്നിട്ട് അവിടെ റിലാക്സ് ചെയ്യാനല്ല കേട്ടോ ദൈവപൈതലേ. നിൻ്റെ ഹൃദയത്തിൻ്റെ മുറിവുകളെ കെട്ടി നമ്മെ ഒന്ന് ജീവിപ്പിക്കാനാണ് കേട്ടോ. ഇന്ന് രാവിലെ കാലം ബലമേറ്റെടുത്തേ. സങ്കീർത്തനം 34:18 പറയുന്നു: ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. അവൻ ഉയർന്നവനാണ്, ശരി തന്നെ, പക്ഷെ താഴ്മയുള്ളവനെ അവൻ അറിയാം. അഹങ്കാരികളെ ദൂരത്തു നിന്നേ അവൻ തിരിച്ചറിയും. സങ്കീർത്തനം 138:6 ഇങ്ങനെ പറയുന്നു: യഹോവ ഉന്നതനെങ്കിലും താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്നു, ഗർവിയോ അവൻ ദൂരത്ത് നിന്ന് അറിയുന്നു. താഴ്മയുള്ളവരെ അവൻ സ്നേഹിക്കുന്നു. ഹി ലവ്സ് ടു മേക്ക് ഹിസ് റെസിഡൻസ് ദെയർ. അതുകൊണ്ട് സന്തോഷത്തോടെ
ദൈവത്തിലെ നീ ആയിരിക്കുന്ന വേദനയുള്ള ഹൃദയവുമായി ഇരിക്കുന്ന സമയം ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. Let God do a mighty work in there. Praise the Lord. The beauty of a gentle and quiet spirit. അത് വിവരിക്കാൻ പറ്റത്തില്ല കേട്ടോ, the beauty. അത് നമ്മൾ ഓരോരുത്തരും ഉദ്ദേശിക്കുന്നതിനപ്പുറമായിട്ടാണ് ഈ സ്പിരിറ്റിൻ്റെ വില. 1 പത്രോസ് 3 അധ്യായം അതിൻ്റെ 4 വാക്യം, 1 Peter chapter 3 verse 4. സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിൻ്റെ ഗൂഢമനുഷ്യൻ തന്നെയായിരിക്കണം. അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു. യെശയ്യാവ് 30:15, ഐസായ 30 verse 15. ഇസ്രയേലിൻ്റെ പരിശുദ്ധനായി യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, മനം തിരിഞ്ഞ് അടങ്ങിയിരുന്നാൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. വിശ്രമിക്കുന്നതിലും ആശ്രയിക്കുന്നതിലും നിങ്ങളുടെ ബലം. ഇൻ ക്വയറ്റ്നെസ് ആൻഡ് ഇൻ ട്രസ്റ്റ് ഷാൽ ബി യുവർ സ്ട്രെങ്ത്. പക്ഷെ പലവിധ അനുഭവങ്ങളും അനാരോഗ്യ അവസ്ഥകളും പ്രതികൂലങ്ങളും നമ്മെ ചുറ്റി വളയുമ്പോൾ നാം അസ്വസ്ഥരായി തീർന്നു പോകും. സ്വസ്ഥതയുള്ള മനസ്സ്, ആ മാനസിക സമാധാനം, ആ സ്വസ്ഥതയുടെ അവസ്ഥ നഷ്ടപ്പെടുന്നത് സ്വാഭാവികമാണ്. സഹിക്കുവാൻ നമുക്ക് കഴിവ്, പ്രാപ്തി, കൃപ ഇതൊക്കെ ദൈവം തരും. മനസ്സിലാക്കണമേ, ഇന്ന് ദൈവം നമുക്ക് തരുന്ന സഹനം അത് നാളത്തെ നമ്മുടെ അനുഗ്രഹത്തിന് മുന്നോടിയാണെന്ന കാര്യം ഒരിക്കലും നാം മറന്നു പോകരുത്. ദൈവത്തിന് നമ്മെ അനുഗ്രഹിക്കാനും വർദ്ധിപ്പിക്കാനും ഒക്കെ പദ്ധതിയുണ്ട്. എന്നും ഈ തകർന്ന മനസ്സുമായി ഇരിക്കാനല്ല. God is a God of increase. He wants to see you grow, excel and develop more in Him every single day. Remember, where you are today is not where you are supposed to stay. കഴിഞ്ഞു പോകുന്ന ഓരോ നിമിഷങ്ങളും തിരിച്ചു കിട്ടില്ല എന്ന തിരിച്ചറിവുണ്ടായാൽ ജീവിതം കൂടുതൽ ക്രിയാത്മകവും അർത്ഥവത്വവുമായി തീരും. എത്ര ഉലച്ചിലുകൾ മനസ്സിനുണ്ടായാലും സങ്കീർത്തനക്കാരനെ പോലെ ദൈവസന്നിധിയിലായിരിക്കാൻ പറ്റുമോ? സങ്കീർത്തനം 131:2, ഞാൻ എൻ്റെ പ്രാണനെ താലോലിച്ച് മിണ്ടാതാക്കിയിരിക്കുന്നു. തൻ്റെ അമ്മയുടെ അടുക്കൽ മുലകുടി മാറിയ പൈതൽ എന്ന പോലെ എൻ്റെ പ്രാണൻ എൻ്റെ അടുക്കൽ മുലകുടി മാറിയതുപോലെ ആകുന്നു. പറ്റുമോ? അതായത് തൃപ്തിയോടെ ഇരിപ്പാൻ. പ്രൈസ് ദ ലോർഡ്. മത്തായി 11:29, ഞാൻ സൗമ്യതയും താഴ്മയുമുള്ളവനാകിയാൽ എൻ്റെ നുകമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. സങ്കീർത്തനം 45:3, യഹോവ വലിയവനും അത്യന്തം സ്തുത്യനുമാകുന്നു. അവൻ്റെ കൃപ കൊണ്ടാണല്ലോ നാം ഇത്രത്തോളമായത്, അല്ലേ? ഇന്ന് പകൽക്കാലം പറയാൻ പറ്റുമോ? യഹോവ വലിയവനും അത്യന്തം സ്തുത്യനുമാകുന്നു. അവൻ്റെ മഹിമ അഗോചരമത്രേ. പ്രസിദ്ധമായ ഹൗ ഗ്രേറ്റ് ദൗ ആർട്ട് എന്ന ഗാനം യഥാർത്ഥത്തിൽ എഴുതപ്പെട്ടത് 1885 കാൾ ബോബർഗ് എന്ന സ്വീഡനിലെ ഒരു ലൂതറൻ സഭാ ശുശ്രൂഷകനാലാണ്. How great thou art, how great thou art. അല്ലേ? Then sings my soul, oh how great thou art. യഹോവ വലിയവനും അത്യന്തം സ്തുത്യനുമാകുന്നു. Praise the Lord. മനോവിനയമുള്ളവരോട് വസിക്കുന്നവൻ ആരാ? ഹല്ലേലൂയ. നമ്മുടെ ധ്യാനചിന്തയ്ക്കെടുത്ത വാക്യം 57:15 പറയുന്നവൻ ആരാ? ഉന്നതൻ, ഉയർന്നിരിക്കുന്നവൻ, ശാശ്വതവാസി, പരിശുദ്ധൻ. ഹൗ ഗ്രേറ്റ് ദൗ ആർട്ട്. 1885 അടുത്തിത് എഴുതി. ഹല്ലേലൂയ. ഒരു ലൂതറൻ സഭാ ശുശ്രൂഷൻ എഴുതി. ഹല്ലേലൂയ. സ്വീഡനിലുള്ള അദ്ദേഹം ഒരു എഡിറ്റർ കൂടിയായിരുന്നു. ഒരിക്കലൊരു കൊടുങ്കാറ്റിനും പേമാരിക്കും ശേഷം അദ്ദേഹം സ്വീഡനിലെ തടാകങ്ങളുടെയും പച്ചപ്പുൽ മെത്തകളുടെയും ആ മയക്കുന്ന സൗന്ദര്യം ആസ്വദിക്കുകയായിരുന്നു. അപ്പോഴാണ് പ്രസ്തുത ഗാനം രചിക്കുവാനുള്ള പ്രചോദനം അദ്ദേഹത്തിന് ലഭിച്ചത്. പിന്നീട് ഈ ഗാനം ജർമ്മൻ,
റഷ്യൻ ഭാഷകളിലേക്കും മറ്റിതര ഭാഷകളിലേക്കും വിവർത്തനം ചെയ്യപ്പെടുകയുണ്ടായി. എന്നാൽ ഈ ഗാനത്തിന് ലോക പ്രശസ്തി നേടിക്കൊടുത്തത് സ്റ്റുവാർട്ട് കെ കൈൽ ചെയ്ത ഇംഗ്ലീഷ് പരിഭാഷയിലൂടെയാണ്. കാനഡയിലെ ടൊറൻറ്റോയിൽ വെച്ച് നടന്ന ബില്ലി ഗ്രഹാം ക്രൂസേഡിൽ ജോർജ് ബവർലി ഈ ഗാനം ആലപിക്കുകയും അത് ആ വലിയ ജനാവലിയെ ചലിപ്പിക്കുകയും ഒരു വലിയ സമർപ്പണത്തിലേക്ക് അവരെ നയിക്കുകയും ചെയ്തു. അന്നു മുതൽ ഈ ഗാനം എല്ലാ വിശ്വാസികളുടെയും ഇഷ്ടഗാനമായി തീർന്നിരിക്കുക. ഞങ്ങളുടെ കർത്തദാസനും പലപ്പോഴും ഈ പാട്ട് സഭയിൽ പാടാറുണ്ട്. ഞാൻ പറയട്ടെ, നമ്മുടെ ദൈവം എത്ര വലിയ, ഹൗ ഗ്രേറ്റ് ദൗ ആർട്ട്. നിങ്ങൾ വളരെ ക്ഷീണിതനും അപര്യാപ്തനുമാണെന്ന തോന്നലുകൾ അതുണ്ടാകുമ്പോൾ, ഹല്ലേലൂയ, നിൻ്റെ പിതാവ് ആരാണെന്ന് നീ ഒന്ന് ചിന്തിക്കുക. നീ ദൈവമാഹാത്മ്യത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കുക. ശക്തിയും ബലവും യഥാർത്ഥമായി അവൻ്റെ കരങ്ങളിലായിരിക്കുന്നത്. തളർന്നവരുടെയും ക്ഷീണിതരുടെയും ബലം അവൻ വർദ്ധിപ്പിക്കും. തൻ്റെ വാക്കിനാൽ ഉളവായ ഈ പ്രപഞ്ചത്തെ അവൻ തൻ്റെ ഒരു കൈ കൊണ്ട് താങ്ങിയിരിക്കുകയും മറുകൈയിൽ നിങ്ങളെ വഹിക്കുകയും ചെയ്യുന്നു. എനിക്ക് ഒത്തിരി ആശ്വാസം ചിന്ത തരും കേട്ടോ. ഹല്ലേലൂയ. പ്രപഞ്ചത്തെ തൻ്റെ ഒരു കൈ കൊണ്ട് താങ്ങിയിരിക്കുക, മറ്റേ കൈ കൊണ്ട് അവൻ എന്നെ എടുത്തിരിക്കുക, എന്നെ ചേർത്ത് പിടിച്ചിരിക്കുക, മാറോട് ചേർത്ത് പിടിച്ചിരിക്കുക. ഓ ഗ്ലോറി ജീസസ്. മഹത്വം നമ്മുടെ ദൈവത്തിന് കൊടുക്കണം കേട്ടോ. ആവർത്തന പുസ്തകം 32:3 ഞാൻ യഹോവയുടെ നാമം ഘോഷിക്കും. നമ്മുടെ ദൈവത്തിന് മഹത്വം കൊടുപ്പീനെന്നാണ് പറഞ്ഞിരിക്കുന്നത്. യെരമ്യാ പ്രവചനം 32:18-19 വാക്യങ്ങൾ, നീ 1000 തലമുറയോളം ദയ കാണിക്കുകയും പിതാക്കന്മാരുടെ അകൃത്യത്തിന് അവരുടെ ശേഷം അവരുടെ മക്കളുടെ മാർവിടത്തിൽ പകരം കൊടുക്കുകയും ചെയ്യുന്നു. മഹത്വവും വല്ലഭത്വവുമുള്ള ദൈവമേ, സൈന്യങ്ങളുടെ യഹോവ എന്നല്ലോ നിൻ്റെ നാമം. നീ ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനുമാകുന്നു. ഓരോരുത്തരും അവനവൻ്റെ നടപ്പിനും പ്രവൃത്തികളുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കേണ്ടതിന് നീ മനുഷ്യരുടെ എല്ലാ വഴികളിന്മേലും ദൃഷ്ടി വെക്കുന്നു. കേട്ടോ, ഈ ഭാഗവും കൂടെ നാം മനസ്സിലാക്കണം. നീ തകർന്നിരിക്കുക, മുറിവേറ്റിരിക്കുക, ഉടഞ്ഞിരിക്കുക മനസ്സ്. ഉടഞ്ഞതിനെ പണിയുന്നവൻ എൻ്റെ കർത്താവ്. എന്നാൽ ഓർത്തുകൊള്ളണമേ, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ വഴികളിന്മേൽ അവൻ്റെ ദൃഷ്ടിയുണ്ട്. ഉന്നതൻ്റെ ദൃഷ്ടി ആ വഴികളിന്മേലുണ്ട്. അതുകൊണ്ട് നമ്മുടെ വഴികളെ സൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ നടപ്പും പ്രവൃത്തികളും നന്നാക്കി അതിന് തക്കവണ്ണമുള്ള നല്ല ഫലം മേടിപ്പാൻ ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഓ ഹല്ലേലൂയ. വലിയവനായ ദൈവമേ, അത്യന്തം സ്തുത്യനായ ദൈവമേ, ഹല്ലേലൂയ. ഒരു വാക്കിനാൽ, നിൻ്റെ വാക്കിനാൽ സകലത്തെയും ഹല്ലേലൂയ ഉളവാക്കിയ ദൈവമേ, മരിച്ചതിനെ ജീവനുള്ളതിനെ പോലെ വിളിച്ച കർത്താവേ, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ച ദൈവമേ, ഈ രാവിലെ കാലം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളെയും കാണുന്നവനെ, ഞങ്ങളെ തന്നെ നിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക. ചില ശൂന്യതകൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ട്, ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില സംഗതികൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ട് അതിനെ ഓർത്ത് ഭാരപ്പെട്ട് എന്തുകൊണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ഭാരപ്പെട്ട് മുന്നോട്ട് പോകാനല്ല. നീ വലിയവൻ, നീ വലിയവൻ, നീ വലിയവൻ. ഏത് വിഷയത്തിന്മേൽ ഞങ്ങൾ തകർന്നിരിക്കുന്നോ, ഏത് വിഷയത്തിന്മേൽ ഞങ്ങൾ ഉടഞ്ഞിരിക്കുന്നോ, നീ ഉന്നതൻ, നീ ഉയർന്നവൻ, നീ ശാശ്വതവാസി, നീ പരിശുദ്ധൻ. ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തത്താൽ ഞങ്ങൾ കഴുകൽ പ്രാപിച്ച്, വചനത്താൽ ഞങ്ങൾ കഴുകൽ പ്രാപിച്ച്, ശുദ്ധീകരണം പ്രാപിച്ച്, ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് നീ ഇറങ്ങി വന്ന് ഞങ്ങളെ ബലപ്പെടുത്തി. ഹല്ലേലൂയ. നീ ഞങ്ങളെ എഴുന്നേൽപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. വിശ്രമിക്കുന്നതിലും ആശ്രയിക്കുന്നതിലും, എൻ്റെ യേശുവിൽ വിശ്രമിക്കുന്നതിൽ, എൻ്റെ ദൈവവചനത്തിൽ വിശ്രമിക്കുന്നതിൽ, നിന്നിൽ ആശ്രയിക്കുന്നതിൽ കർത്താവേ, ഹല്ലേലൂയ, നീ ബലം കൽപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനായി ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സമീപസ്ഥനായിരുന്നു ഞങ്ങളെ രക്ഷിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.